ശിവടിച്ചിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്ലസ് വൺ ഇപ്പൊ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് കുട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യനെ കുറിച്ച് പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം, ക്വസ്റ്റ്യൻ ഇച്ചിരി ബുദ്ധിമുട്ട് ഉളവാക്കുന്നതായിരുന്നു. പരീക്ഷ എപ്പോഴും കുട്ടികളുടെ നിലവാരം അളക്കാനുള്ള ഒരു ഉപാധിയായി മാറരുത്, മറിച്ച് അവർക്ക് ആ പരീക്ഷയോടും ആ ഭാഷയോടും ഒരു സ്നേഹം ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം ചോദ്യകർത്താക്കൾ ചോദ്യങ്ങൾ തയ്യാറാക്കേണ്ടത്. മലയാളം പഠിക്കുന്നത് 10ാം ക്ലാസ് വരെയാണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു വരെ പല ലാംഗ്വേജിലേക്ക് തിരിയുന്ന കുട്ടികളുണ്ട്. ഹിന്ദി, ഫോറിൻ ലാംഗ്വേജസ് എടുക്കാം, ഇങ്ങനെയൊക്കെ പല സ്കൂളുകളിലും ഓപ്ഷൻ ഉണ്ട്. പക്ഷെ മാതൃഭാഷയെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളാണ് മലയാളത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ അവർക്ക് പോലും ഒരു ഭാഷാ സ്നേഹം ഇല്ലാതാക്കാനുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധ വെക്കേണ്ടതാണ്. അപ്പൊ ഇപ്പോഴത്തെ 10ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ കുട്ടികളെ പാഠഭാഗവുമായിട്ടും മാതൃഭാഷയായിട്ട് ചേർത്ത് നിർത്തുന്ന, അടുപ്പിച്ച് നിർത്തുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്ന് പറയാം. അപ്പൊ ഇതിനകത്ത് ഇതൊരു ഏറ്റവും ബുദ്ധിപരമായി ചിന്തിക്കുന്ന ഒരാൾക്ക് വ്യക്തമായി ഉത്തരം എഴുതാൻ കഴിയുകയും എന്നാൽ ആവറേജ് ആയിട്ട് ചിന്തിക്കുന്ന കുട്ടികൾക്ക് ഉത്തരം കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വാല്യുവേഷൻ വളരെ ലിബറൽ ആയിരിക്കും. അതുകൊണ്ട് ഈ പാഠഭാഗത്തിന്റെ കണ്ടന്റുമായി ബന്ധപ്പെട്ട് ഉത്തരങ്ങൾ എഴുതിയിട്ടുള്ളവർക്ക് മുഴുവൻ മാർക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, പീലിക്കണ്ണുകൾ എന്ന പാഠഭാഗത്ത് പ്രകടമാകുന്ന ചെറുശ്ശേരിയുടെ കാവ്യഭാഷയുടെ പ്രത്യേകതകൾ, സവിശേഷതകൾ കണ്ടെത്തി എഴുതുക എന്നതാണ്. അതിന്റെ ആൻസർ ലളിതമായ പദപ്രയോഗം, നാട്ടുമുദ്ര പതിഞ്ഞ വാക്കുകൾ. അത് രണ്ടുമാണ് അതിന്റെ ഉത്തരങ്ങൾ. വേരുകൾ നഷ്ടപ്പെടുത്തുന്ന രണ്ടാമത്തെ ചോദ്യം എന്ന ലേഖനത്തെ ഭാവാത്മകമാക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ഇലയടരുകൾ വേരുകളിലൂടെ വീണ്ടും വൃക്ഷത്തിലെത്തി പുനർജനിക്കുന്നു. മരങ്ങളുടെ ചുവട്ടിൽ വീണ് കിടക്കുന്ന ഇലയുടെ അടരുകൾ എന്ന് പറഞ്ഞാൽ ഇല വീണുണ്ടാകുന്ന തട്ടുകൾ, അത് അഴുകി ഈ വേരുകളിലൂടെ വീണ്ടും അത് ഇലകളിൽ എത്തുന്നു, വൃക്ഷങ്ങളിൽ എത്തുന്നു. ഇനി കാട് ചുറ്റി വരുന്ന പുഴയുടെ കഥകൾ വേരുകൾ വഴി വൃക്ഷങ്ങൾ കേൾക്കുന്നു. അപ്പൊ കാട് ചുറ്റി വരുന്ന പുഴയുടെ തീരത്താണ്, പുഴയിലേക്കാണ് ഈ വേരുകൾ ഇങ്ങനെ ഇറങ്ങി ചെല്ലുന്നത്. അപ്പൊ പുഴ പറയുന്ന വിശേഷങ്ങൾ വേരുകൾ അറിയും. ആ വേരുകൾ അത് ആരെ അറിയിക്കും? മരങ്ങളെ അറിയിക്കും. ഇനി അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, മുഹീദ്ദീൻ മാല എന്ന കാവ്യത്തിന് ചേരുന്ന പ്രസ്താവനകൾ കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ്. ഒന്ന്, മുഹീദ്ദീൻ മാല ഒരു മാലപ്പാട്ടാണ്. രണ്ടാമത്തേത്, അത് ഖാസി മുഹമ്മദിന്റെ രചനയാണ് എന്നാണ് ഉത്തരം. നാലാമത്തെ ചോദ്യം, ലാത്തി മെടിയുണ്ട എന്ന പാഠഭാഗത്തിലെ തങ്കമ്മയുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ തിരഞ്ഞെടുക്കുക. അതിന്റെ ഉത്തരം, എവിടെ ആയിരിക്കുമ്പോഴും അവരെ ഓർക്കുന്നുണ്ട് തേതിയിടത്തെ പറ്റി. രണ്ടാമത്തെ ഉത്തരം ഡി ആണ്. സ്വന്തം മക്കളുടെ കാര്യത്തിൽ അവർ വളരെ സ്വാർത്ഥത പുലർത്തും. അതുകൊണ്ടാണ് ആ കുട്ടികൾ സ്വാതന്ത്ര്യ സമരത്തിൽ ഉൾപ്പെടാതിരിക്കാൻ അവരെ നാട്ടിലേക്ക് പറഞ്ഞു വയ്ക്കുന്നു. ഇനി അഞ്ചാമത്തെ ചോദ്യം, ജനപ്രിയ സിനിമയും സമൂഹം എന്ന ലേഖനത്തിലൂടെ OK ജോണി അവതരിപ്പിക്കുന്ന ശരിയായ പ്രസ്താവനകൾ. ഒന്ന്, ജനപ്രിയ സിനിമകളെ അപഗ്രഥിക്കുകയാണ് വേണ്ടത്. അടുത്തത് ഡി ആണ് ആൻസർ. ഭൂരിഭാഗം പ്രേക്ഷകർക്കും ജനപ്രിയ സിനിമകൾ, നമുക്കറിയാലോ ജനപ്രിയ സിനിമകൾ ആണ് നമുക്ക് ആസ്വാദ്യം. ആറാമത്തെ ചോദ്യം, കാവ്യകലയെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ എന്ന പാഠഭാഗത്തിൽ അവ്യക്തിത്വത്തിന് പറഞ്ഞിരിക്കുന്ന ഉദാഹരണങ്ങൾ ഏതൊക്കെ? ഒന്നാമത്തേത്, ഇതിലെ ജിയുടെ അന്വേഷണം എന്ന കവിതയിലെ കാറ്റിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ ഈ ഒരു രീതിയിലുള്ളതാണ്. അതുപോലെ മേഘം കാണുമ്പോൾ യക്ഷൻ രതിക്രിയകളെ കുറിച്ചാണ് അവൻ അനുസ്മരിക്കുന്നത്. 7 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾ, കായലരികത്ത് എന്ന ചലച്ചിത്രത്തിന്റെ ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതുക. ഒന്നാമത്തെ സവിശേഷത മാപ്പിളപ്പാട്ടിന്റെ ഈണം സ്വീകരിച്ചതാണ്. പിന്നെ നാട്ടുമൊഴി വഴക്കമുണ്ട്. ചായക്കടയുടെ പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കപ്പെട്ട ഒരു പാട്ടാണ്. തട്ടമിട്ട ഒരു മുസ്ലിം പെൺകുട്ടി അതിനകത്ത് കടന്നു വരുന്നു. അപ്പൊ കേരളത്തിന്റെ തനതായ ഈണവും താളവും. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇതിലുള്ള സവിശേഷതകൾ 2 ഏതെങ്കിലും എഴുതിയാൽ മതി. അരുളില്ലെങ്കിൽ മനുഷ്യൻ എന്തായി തീരുമെന്നാണ് ശ്രീനാരായണ ഗുരു പറയുന്നത്. അരുളില്ലെങ്കിൽ, അൻപില്ലെങ്കിൽ, അതേ ഇല്ലെങ്കിൽ അവൻ, അതുപോലെ അസ്ഥിയും തോലും സ്ഥിരയുമുള്ള നാറുന്ന ഒരു ഉടലാണ് മനുഷ്യൻ, എന്തില്ലെങ്കിൽ, അൻപില്ലെങ്കിൽ. അനർഘ നിമിഷത്തിൽ കഥാകൃത്ത് സംസാരിക്കുന്ന മരണത്തെക്കുറിച്ചാണെന്ന് സമർത്ഥിക്കാവുന്ന 2 സൂചനകൾ എഴുതുക. അതായത്, ഞാനും നീയും തമ്മിലുള്ള കണ്ണുമുട്ടലിൽ ഇനി നീ മാത്രമായി അവശേഷിക്കുന്നു, ഇനിയും നിനക്ക് വായിക്കാവുന്ന ഒരു പുസ്തകമായി മാറുകയാണ് ഞാൻ എന്നൊക്കെയുള്ളത് തന്റെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി കേൾക്കുന്നുണ്ടോ എന്ന ഹ്രസ്വ ചിത്രത്തിന്റെ ഒരു പാരിസ്ഥിതിക പ്രശ്നം.
ഇവിടെ ആ ചിത്രത്തിനകത്ത് കുട്ടികൾ കളിക്കുന്ന ഗ്യാരേജ്, അപ്പൊ അതിന്റെ തൊഴിലിടം അതൊക്കെ ഇല്ലാതാവുന്നു. അപ്പൊ അത് മനുഷ്യർക്ക് ഇപ്പോഴും ഉണ്ടാകുന്ന വികസനത്തിന്റെ പേരിൽ കൃഷിഭൂമി, കളിസ്ഥലം, തൊഴിലിടങ്ങൾ ഇതൊക്കെ ഇല്ലാതാകുന്നതിനെ കുറിച്ച് പറയുന്ന ആണ് ഈ ഹ്രസ്വ ചിത്രത്തിന്റെ പാരിസ്ഥിതിക പ്രശ്നം. അടുത്തത്, ഏകാന്ത വനനദി തീരങ്ങൾ തേടുന്നത് പറവപ്പറ്റങ്ങളാണ്. കഴിഞ്ഞതെല്ലാം മറക്കാൻ ആഗ്രഹിക്കുന്ന കവി. കരളിൻ കലമ്പൽ ആനന്ദ സുധ തേടുന്നത് മലകൾ. വേദന പാകി മറയുന്നത് ഋതുക്കൾ. വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന ശീർഷകത്തിന്റെ ഔചിത്യം ചോദിച്ചിട്ടുണ്ട്. ആ വേരുകൾ എന്ന വാക്കിന് വളരെയധികം ബന്ധമുള്ളത് മനുഷ്യജീവിതവുമായിട്ടാണ്. അപ്പൊ അത് രണ്ടും കൂടെ, വൃക്ഷങ്ങളുടെ വേരുകൾ അവയെ മണ്ണിലേക്ക് ആഴത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നു. മനുഷ്യന്റെ വേരുകളാണ് നമ്മുടെ പാരമ്പര്യം, നമ്മുടെ സംസ്കാരം. ഇതെല്ലാം നഷ്ടപ്പെടുത്തി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന വ്യക്തികളെയും കൂടെ ഇതിനകത്ത് സൂചിപ്പിക്കുന്നു. നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള ചെറുകഥകളിൽ നിന്ന് വ്യത്യസ്തമായി വാസന വികൃതിക്കുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പ്രഥമ പുരുഷൻ, ഞാൻ നിന്നാണ് കഥ പറയുന്നത്. 2, കള്ളൻ നായകനാകുന്ന കഥയാണ്. പിന്നെ അന്നത്തെ മനുഷ്യരുടെ വ്യവഹാര ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. 14ാമത്തെ ചോദ്യം, ഊനപ്പെട്ടിട്ടില്ലേ എന്നത് ചിന്തിച്ച് ദീനമാകുന്നതൻ മാനസത്തിൽ. ഇപ്പൊ ഒരു വേദന ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്മയെ പിരിഞ്ഞതൊരു വേദനയാണ്. പക്ഷെ അതിനകത്ത് കൃഷ്ണൻ പറയുന്നത് എന്താണ്? തന്റെ സാധനങ്ങളെല്ലാം എടുത്ത് വയ്ക്കണം, ഞാൻ അവിടെ വരും എന്നുള്ളതാണ്. അപ്പൊ അതിന് കൃഷ്ണന് അമ്മയെ പിരിഞ്ഞതിനുള്ള ഒരു സങ്കടം ഉണ്ടെന്നുള്ളതാണ് അതിനകത്ത് ഉത്തരമായിട്ട് വരേണ്ടത്. അതിനോടൊപ്പം ഈ സാധനങ്ങൾ, തന്റെ ഓണവില്ലും അതൊക്കെ സൂക്ഷിച്ചു വെക്കണം എന്നൊക്കെയുള്ളത്, ഇതൊക്കെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്കുള്ള അത് നഷ്ടപ്പെട്ടതിന്റെ വേദനയാകാം കൃഷ്ണനുള്ളത്. സന്ദർശനം ആകർഷകമാക്കുന്നത് മൗനം കുടിച്ചിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളാണ്. അമ്മയുടെ സർജറി മകൻ ഏറ്റെടുക്കാത്തതിന്റെ പിന്നിലെ മനോവികാരം എന്താണ്? അയാളുടെ ഡോക്ടറാണ്, പക്ഷെ അമ്മയുടെ ശരീരം കീറി മുറിക്കാൻ ആ മകന് കഴിയുന്നില്ല. ഡോക്യുമെന്ററി സിനിമകളുടെ പൊതു സവിശേഷതകൾ എന്തൊക്കെയാണ്? അത് ഏതെങ്കിലും ഒരു പ്രശ്നത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. കൂടുതൽ റിയാലിറ്റിയോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതിനകത്ത് കൂട്ടിച്ചേർക്കലുകളൊന്നുമില്ല. എന്താണോ വസ്തുത അതിനെ അവതരിപ്പിക്കുകയൊക്കെയാണ് ഡോക്യുമെന്ററികൾ ചെയ്യുന്നത്. ഇനി 18 മുതൽ 21 വരെയുള്ള ചോദ്യങ്ങൾ, അതിനകത്ത് കാൽപ്പനികമായ ബിംബങ്ങൾ, കാൽപ്പനിക കവികൾ പ്രകൃതിയെ സ്ത്രീയും വശ്യ സൗന്ദര്യത്തിന്റെ ബിംബങ്ങളായിട്ടാണ് അവതരിപ്പിക്കുന്നത്. എന്നാൽ സംക്രമണത്തിൽ വരുമ്പോൾ സ്ത്രീ വികൃത ബിംബമായിട്ട് മാറുന്നു. അവൾ വക്ക് പൊട്ടിയ പാത്രമായിട്ടും നാറത്തേപ്പായിട്ടും കുറ്റിച്ചൂലായിട്ടും കരുതുന്ന ഈ സമൂഹത്തിന്റെ മനസ്ഥിതി അതിനകത്ത് വെളിവാക്കുന്നുണ്ട്. അതാണ് അതിന്റെ ആശയകൽപ്പനകൾ. ഓർമ്മയുടെ ജന്മം എന്ന കഥയിലെ പെൺകുട്ടിയോട് പങ്കുവയ്ക്കുന്ന ഓർമ്മകൾ. അപ്പൊ ഇന്നത്തെ സ്ത്രീ ജന്മങ്ങളിൽ നിന്ന് വളരെ ഭിന്നമാണ് എന്ന് പറയാൻ പറ്റില്ല. പലയിടത്ത് ഇത്തരത്തിൽ ഇപ്പോഴും ജീവിതത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട്. സിനിമയും സമൂഹം എന്ന പാഠഭാഗത്ത് ജനപ്രിയ സിനിമകളുടെ സവിശേഷതകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെയാണ്. സമകാലിക ഏതെങ്കിലും ഒരു ജനപ്രിയ സിനിമയെ ബന്ധപ്പെടുത്തി നിങ്ങൾ അത് എഴുതിയാൽ മതിയായിരിക്കും. ഇനി ലാത്തി മെടിയുണ്ട്, രചനാപരമായ സവിശേഷതകൾ. അത് വെള്ളിൽ പക്ഷിയെ പോലെ ആ കുട്ടി താഴേക്ക് വീഴുന്നില്ലേ ഒരു വെടിയുണ്ടേറ്റ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അതിന്റെ ഒരു ഭംഗിയുള്ള സൗന്ദര്യത്തിന്റെ അല്ലെങ്കിൽ ആശയത്തിന്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഭാഗങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് എൻ്റെ ആസ്വാദനം എഴുതിയാൽ മതി. അപ്പൊ ഈ ഒരു ചോദ്യ പേപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവ് പരിശോധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം അറിയാമായിരുന്നു, നിങ്ങളെല്ലാം എഴുതി. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് ലഭിക്കുകയും ചെയ്യും, യാതൊരു ടെൻഷനും വേണ്ട. ഇനി കൊടുത്തിരിക്കുന്നത് ഉദ്ബോധനം, ഉള്ളൂരിന്റെ ഒരു കവിതയാണ്. യുദ്ധക്കളത്തിൽ ചെന്നാൽ എന്തെല്ലാം സംഭവിക്കാമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് വെറ്റിയും തോൽവിയും, വെറ്റി വിജയം, തോൽവിയും സംഭവിക്കും, ഇത് രണ്ടും സംഭവിക്കുക. ഫസ്റ്റ് വരിയാണ് എൻ്റെ ഉത്തരം. എങ്ങനെയുള്ള തോൽവിയാണ് പിന്നീട് വിജയമെന്ന് ലോകർ സമ്മതിക്കുന്നത്? അതായത് നന്മയ്ക്ക് വേണ്ടി നേർവഴിയിൽ നിന്ന് യുദ്ധം ചെയ്ത് തോറ്റുപോയാലും ആ തോൽവി ജയമെന്ന് ലോകർ കടശിയിൽ അവസാനം സമ്മതിക്കും. പരാജയപ്പെട്ടതിനെ കവി എന്ത് പറഞ്ഞാണ് സമാധാനിപ്പിക്കുന്നത്? മേനിക്കരുത്തിൻ കുറവല്ല തോൽപ്പത്, വീഴുവത് അടവിൻ പിഴയുമില്ല. മേനിക്കരുത്തിന്റെ കുറവല്ല നിന്റെ തോൽവി, വീഴുന്നത് അടവിന്റെ പിഴയുമല്ല എന്ന് പറഞ്ഞാണ് അവനെ ആശ്വസിപ്പിക്കുന്നത്. ഈ കവിതയിലെ ചില പദങ്ങൾ നമുക്കൊരു സംശയം ഉണ്ടാക്കാം. അപ്പൊ ആണ് ഉത്തരം ഏതാണെന്ന് കണ്ടെത്താനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ ഇതിനെ പാരഗ്രാഫ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് എഴുതാൻ പറ്റുമായിരുന്നു. ഇതൊക്കെ ലിബറലായിട്ടായിരിക്കും നോക്കുന്നത്. അതുകൊണ്ട് അല്പം ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തെറ്റിപ്പോയവരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇനി 25 മുതൽ 27 വരെയുള്ള ചോദ്യങ്ങളിൽ മത്സ്യത്തിന്റെ
ഒരു കവിതയെ ഈ ലോകവുമായിട്ട് ബന്ധപ്പെടുത്തി നല്ല സൂചനകൾ, അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ടതിന്റെ സാന്നിധ്യമാണല്ലോ ആ മത്സ്യം പറയുന്നത്. അതുപോലെ ബൈസൈക്കിൾ തീവ്സിനെ കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. സമൂഹത്തിന്റെ കണ്ണാടിയാണ് സിനിമ അല്ലേ? അപ്പൊ ആൾക്കൂട്ടവും ആ ദരിദ്രരായ മനുഷ്യരും ഒക്കെ ആൾക്കൂട്ടത്തിന്റെ കണ്ണാടിയാണ്. ഊഞ്ഞാലിൽ എന്ന കവിത പ്രകൃതിയുടെ മുഴുനീള സാന്നിധ്യമാണ്. ആതിരരാവും നിലാവും എല്ലാം ആ കവിതയിലൊപ്പം വരുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു ആസ്വാദനം എഴുതുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചതുപോലെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു ചോദ്യ പേപ്പർ അല്ല. എന്നാൽ പോലും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ആശയഗ്രഹണമാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഈ സമയത്തിനുള്ളിൽ 15 മിനിറ്റ് കൊണ്ട് ഇത് വായിക്കുമ്പോൾ ആശയഗ്രഹണം ഉണ്ടാകുക, ആശയം ഗ്രഹിക്കുക, പിന്നെ അത് എഴുതുക, ഇതൊക്കെ ടൈമിനുള്ളിൽ വരിക എന്നുള്ളതാണ്. അപ്പൊ ഇത് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരു വ്യക്തിക്ക് കൂടുതൽ സമയം കൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് ചിന്തിച്ചെടുക്കാൻ കഴിയും. പക്ഷെ കുട്ടികളുടെ പ്രായത്തിന്റെ നിലവാരത്തിൽ നിന്നുകൊണ്ട് ഇത് എഴുതാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ എഴുതിയ ചോദ്യങ്ങളെല്ലാം നോക്കുന്ന അധ്യാപകർ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയായിരിക്കും, ലിബറലായിട്ട് തന്നെയായിരിക്കും പേപ്പർ നോക്കുക. എന്തായാലും നിങ്ങൾ മാതൃഭാഷയെ സ്നേഹിക്കുക. ഇനിയും ധാരാളം കുട്ടികൾ മലയാളം സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത് +1 +2 പഠനം പൂർത്തിയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹത്തോടെ ഷീബ ടീച്ചർ.